വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കരണത്തിനായി 1773 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. സ്കൂളുകളിലും കോളേജുകളിലും അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രഖ്യാപനങ്ങളുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താൻ അടിയന്തര നടപടിയെന്ന നിലയിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം പദ്ധതിക്കായി വകയിരുത്തിയത് 140 കോടി രൂപ. ഉച്ചഭക്ഷണ പരിപാടിക്ക് 344.64 കോടി രൂപയും ഓട്ടിസം പാർക്കിന്റെ പ്രവർത്തനത്തിനായി 40 ലക്ഷം രൂപയുമാണ് നീക്കിവച്ചത്. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി നടത്തിപ്പിനായി സംസ്ഥാന വിഹിതമായി 60 കോടി രൂപയാണ് ബജറ്റ് വിഹിതം. സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള 85 കോടി രൂപ 95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകുന്നതിനായി 140 കോടി രൂപ വകയിരുത്തുന്നു. ഓട്ടിസം പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 40 ലക്ഷം രൂപ അനുവദിക്കുന്നു. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 65 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ വിവിധ ഘടകങ്ങളുടെ നടത്തിപ്പിലേക്ക് സംസ്ഥാന വിഹിതമായി 60 കോടി രൂപ നീക്കിവെക്കുന്നു. ഉച്ചഭക്ഷണ പരിപാടിക്ക് 344.64 കോടി രൂപ വകയിരുത്തുന്നു. കൂടുതൽ മികവ് കൈവരിക്കുന്നതിന് സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതിന് പ്രത്യേക പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി ഉന്നത വിദ്യാഭ്യാസത്തിനും സാങ്കേതിക വിദ്യാഭ്യാസത്തിനുമായി 816.79 കോടി രൂപ നീക്കിവെക്കും. ട്രാൻസ്ലേഷൻ ഗവേഷണത്തിനായി റിസ്ക് ഫണ്ട് രൂപീകരിക്കും. ഇതിന്റെ പ്രാരംഭ നടത്തിപ്പിനായി 10 കോടി രൂപയാണ് അനുവദിക്കുക. അന്തർ സർവകലാശാല അക്കാദമിക് ഫെസ്റ്റിവലിനും ബജറ്റിൽ പ്രത്യേക പരിഗണനയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും അടിയന്തര നടപടിയെന്ന നിലയിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ കോളേജുകൾക്ക് 98.35 കോടി രൂപ സഹായം നൽകും. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പദ്ധതികളുടെ സംസ്ഥാന വിഹിതമായി 50 കോടി രൂപ വകയിരുത്തിയതായി മന്ത്രി അറിയിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 2023-24 സാമ്പത്തിക വർഷം 252.40 കോടി രൂപ വകയിരുത്തി. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 40.5 കോടി രൂപയും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകൾക്ക് 43.2 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നിലവിലുള്ള സംസ്ഥാനത്തെ മുഴുവൻ പോളിടെക്നിക് കോളേജുകളിലും മെറ്റീരിയൽ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ സെന്ററുകൾ ആരംഭിക്കും. കണ്ണൂർ പിണറായിൽ പോളിടെക്നിക് കോളേജ് ആരംഭിക്കുമെന്നും പ്രഖ്യാപനം. കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിന്റെ തിരുവനന്തപുരം, ചാലക്കുടി, പരപ്പനങ്ങാടി റീജിയണൽ സയൻസ് സെന്ററുകൾ, കോട്ടയം സയൻസ് സിറ്റി എന്നിവയ്ക്കായി 23 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.